സർ, ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 20 കോടി രൂപയുടെ വർധനയോടുകൂടി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുചിത്വവും മാലിന്യ സംസ്കരണവും. സംസ്ഥാനത്ത് ആദ്യമായി 8 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സർ, മാതൃകാപരമായ പ്രകടനം ഉയർത്തിക്കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു. സർ, ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുൻ വർഷത്തേക്കാൾ 145.26 കോടി രൂപയുടെ വർധനയോടുകൂടി 537.48 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസന മേഖലയ്ക്ക് വിവിധ നിർവഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 326.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ കേരളത്തിനായി 20 കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി 25.26 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി 240 കോടി രൂപ വകയിരുത്തുന്നതിൽ 29.73% വർധനമാണ് വരുത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയോട് നൽകുന്ന നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം മുൻവർഷത്തെ അപേക്ഷിച്ച് 45 കോടി രൂപ വർദ്ധിപ്പിച്ച് 160 കോടിയായി വകയിരുത്തുന്നു. സംയോജിത ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായിട്ട് 29.11 കോടിയും സിറ്റീസ് 2.0 പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തിനായി ഒരു സമഗ്ര ഖരമാലിന്യ സംസ്കരണ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിക്കായിട്ട് 9.75 കോടി രൂപയും വിഹിതമായിട്ട് വെക്കുന്നു. സർ, ഗ്രാമവികസന മേഖലയ്ക്ക് കീഴിൽ ശുചിത്വ കേരളം പദ്ധതിക്കും സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതത്തിനും ക്ലസ്റ്റർ ലെവൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തെക്കാളും 13.5 കോടി അധികമാണ്. അമൃത് 2 പൈപ്പ് ജലവിതരണം സാർവത്രികമാക്കൽ, മലിന സെപ്റ്റേജ് മാനേജ്മെൻറ്റ്, ജലപുനരുപയോഗം, ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, ഹരിത ഇടങ്ങളും പാർക്കുകൾ സൃഷ്ടിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയ അമൃത് 2.0 പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി 299.62 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വികസന അതോറിറ്റികൾ. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പദ്ധതിയും ഷീ ഹോസ്റ്റലും പൂർത്തിയാക്കുന്നതിനായി വികസന അതോറിറ്റികളായ ട്രിഡയ്ക്കും GCDAയ്ക്കുമായി മൊത്തം 12 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസനം. സർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 9.81% 3507 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1929 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1578 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് പട്ടികജാതി ഉപപദ്ധതിയിൽ 318.75 കോടി രൂപയുടെ വർധനവുണ്ട്. സർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ഭൂമി, ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, തൊഴിൽ, ഉപജീവനം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രക്രിയ തുടരാനാണ് 26-27 പദ്ധതിയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 677.11 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 90.53 കോടി രൂപ അധികമാണ്. സർ, കേന്ദ്ര സർക്കാർ വിവിധ കേന്ദ്ര സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള സാമ്പത്തിക പിന്തുണയിൽ കുറവ് വരുത്തുന്ന സന്ദർഭത്തിലും കേരളം അധിക ബാധ്യത വഹിക്കുകയും ഉയർന്ന നിരക്കിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുകയാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതിക്ക് 242 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 22 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്നു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് 2 പദ്ധതികൾ കൂടി 75.513 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 370 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITകളുടെ ആധുനികവൽക്കരണത്തിനും പുനരുജ്ജീവനത്തിനുമായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂമിയും പാർപ്പിടവും നൽകുക എന്നത് സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയാണ്. സർ, പട്ടികജാതി വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് മാന്യമായ ഭവന സൗകര്യം ഉറപ്പാക്കുന്ന വീട് നിർമ്മാണത്തിനും ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിക്കുമായി ആകെ 746 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 28 കോടി രൂപ അധികമാണ്. പട്ടികജാതി മേഖലയിലെ ലൈഫ് മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 300 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷന് കീഴിൽ ആകെ 1,26,750 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 29,383 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. സർ, പഠനമുറി നിർമ്മാണവും സേഫ് പദ്ധതി 14 കോടി രൂപയുടെ വർധനയോടുകൂടി 254 കോടി രൂപ വകയിരുത്തുന്നു. ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഭൂമി നൽകുന്നതിനായി 177 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നൈപുണ്യ പരിശീലനങ്ങൾക്ക് സംരംഭ വികസനത്തിനും അവരുടെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പട്ടികജാതിക്കുള്ള 109.41 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 33.21 കോടി രൂപയുടെ വർധനമാണ് ഈ മേഖലയിലുള്ളത്. തൊഴിലിനും പരിശീലനത്തിനും മാനവശേഷി വികസനത്തിനുള്ള സഹായം എന്ന പദ്ധതിക്ക് 15 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 75 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി സമുദായങ്ങളിലെ നിലവിലുള്ള സംരംഭകർക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംരംഭകത്വ വികസന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു.
പട്ടികജാതി വിഭാഗത്തിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന KBIS പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന പുതിയ പദ്ധതിക്കായി നടപ്പിലാക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി മേഖലയിൽ വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പുതിയ പദ്ധതി കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കും. ഇതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി നഗറിലെ റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പദ്ധതിക്ക് 138 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 65 കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികളുടെ കോർപ്പസ് ഫണ്ട് പദ്ധതിക്കായി 53 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സർ, 5 മുതൽ 15 വരെയുള്ള പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന നഗറുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്പെഷ്യൽ പാക്കേജ് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വേടർ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നീ സമുദായങ്ങളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനുമുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നതിനുള്ള പദ്ധതിക്ക് 52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ പരിപാലന പദ്ധതിക്ക് 70 കോടി രൂപയും പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സാമ്പത്തിക സഹായം പദ്ധതിക്ക് 90 കോടി രൂപയും വകയിരുത്തുന്നു. സർ, സംസ്ഥാന പട്ടികവർഗ വികസന കോർപ്പറേഷന് ഇപ്പോൾ ബജറ്റ് വിഹിതം കേന്ദ്രം നൽകുന്നില്ല. ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി 10 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വികസനം സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 2.83% പട്ടികവർഗ ഉപപദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ ജനസംഖ്യയുടെ അനുപാതത്തെക്കാൾ കൂടുതലാണിത്. 1012 കോടി രൂപ പട്ടികവർഗ വികസനമായി മാറ്റിവെച്ചിട്ടുണ്ട്. 775 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 237 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കായിട്ട് വകയിരുത്തുന്നു. ഈ സർക്കാരിൻ്റെ കാലയളവിൽ ലൈഫ് മിഷൻ്റെ കീഴിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങളാണ് താഴെത്തട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ലൈഫ് മിഷൻ്റെ വിവിധ ഘട്ടങ്ങളിലായി 53,552 പൂർത്തീകരിക്കുകയും 7,268 വീടുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. സുരക്ഷിതവും മാന്യമായ വീടുകൾ നിർമ്മിക്കുന്നതിന് ലൈഫ് മിഷൻ 140 കോടി രൂപ മാറ്റിവെക്കുന്നു. സേഫ് പദ്ധതിയിലൂടെ 80 കോടി രൂപയും പ്രത്യേകമായി വകയിരുത്തുന്നു. സേഫ് പദ്ധതിക്കായി 80 കോടി രൂപയിൽ അതിന് സ്മാർട്ട് സ്റ്റഡി റൂമുകൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പണം നൽകും. പഠനമുറികൾ നൽകുന്ന പരിപാടിക്ക് 200 പട്ടിക വിദ്യാർത്ഥികൾ ആദ്യ വർഷം പരിഗണിക്കും. 2.5 ലക്ഷം രൂപ വെച്ച് അവർക്ക് നൽകും. പട്ടികവർഗ പുനരധിവാസ വികസനം മുഖേന പൂരകരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി 42 കോടി രൂപയും ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചെലവുകൾക്ക് നിയമപരവും സാമ്പത്തികവുമായി പിന്തുണയ്ക്കുമായി പുതിയ പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിക്കായി 163.06 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാവാഹിനി പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾക്കായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു.